തൃശൂർ നഗര വികസനത്തിന് 200 കോടി വായ്പയെടുക്കാനുള്ള കോർപ്പറേഷൻ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ലൻ. ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകൾക്ക് ക്രൂരമർദ്ദനം. സംഭവവുമായി ബന്ധപ്പെട്ട് പാപ്പാന്മാരെ ദേവസ്വം അധികൃതർ സസ്പെൻഡ് ചെയ്തു. പാപ്പാന്മാരുടെ ലൈസൻസ് റദ്ദാക്കാൻ വനം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. കേരളത്തിലെ കേബിൾ ടിവി പ്രസ്ഥാനത്തെ തകർക്കാനാണ് കോർപ്പറേറ്റുകളോട് കൂറുള്ള ചില കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്. കെഎസ്ഇബി പോസ്റ്റുകൾ ഏകീകരിക്കണമെന്ന് കൃത്യമായ ഉത്തരവുകളുണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുകയാണെന്നും സിഒഎ സംസ്ഥാന പ്രസിഡന്റ്. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ എംഎൽഎ അനിൽ അക്കര. ഹൈറിച്ച് ഗിവ് ആൻഡ് ടേക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അനിൽ അക്കര. ഇറ്റ്ഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വെള്ളിയാഴ്ച അരങ്ങുണരും. പലസ്തീൻ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ 23 നാടകങ്ങൾ അരങ്ങിലെത്തിക്കും. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ നഗര വികസനത്തിന് 200 കോടി വായ്പയെടുക്കാനുള്ള കോർപ്പറേഷൻ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസം നടന്ന കോർപ്പറേഷൻ ബജറ്റിലാണ് നഗരവികസനത്തിന് വായ്പയെടുക്കുന്നത് സംബന്ധിച്ച് ഡെപ്യൂട്ടി മേയർ പ്രഖ്യാപനം നടത്തിയത്. കൃത്യമായ നികുതി പിരിച്ചെടുക്കാതെയും റിട്ടയർമെന്റ് ആനുകൂല്യത്തിനും മറ്റും കോർപ്പറേഷൻ ചെലവഴിച്ച 68 കോടി രൂപ സർക്കാരിൽ നിന്ന് ചോദിച്ചു വാങ്ങാതെ വായ്പയെടുക്കാനുള്ള നീക്കം കോർപ്പറേഷനെ കടക്കണിയിലാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്നും രാജൻ ചേപ്പല്ലൻ ആവശ്യപ്പെട്ടു. ജംഗ്ഷൻ വികസനത്തിൽ കോർപ്പറേഷൻ ഭരണസമിതി ഇരുട്ടിൽ തപ്പുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ലൻ കുറ്റപ്പെടുത്തി. കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, എംജി റോഡ്, കൂർക്കഞ്ചേരി എന്നീ ജംഗ്ഷനുകളിലെ വികസനം മുടങ്ങിക്കിടക്കുകയാണ്. യുഡിഎഫ് ഭരണസമിതി 8 വർഷം മുമ്പ് നടപ്പിലാക്കിയ ജംഗ്ഷൻ വികസനം തുടങ്ങിയോടത്തു തന്നെ നിൽക്കുകയാണ്. എൽഡിഎഫ് ഭരണസമിതി വന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ജംഗ്ഷൻ വികസനത്തിനായി ഒന്നും ചെയ്തില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകൾക്ക് ക്രൂരമർദ്ദനം. സംഭവവുമായി ബന്ധപ്പെട്ട് പാപ്പാന്മാരെ ദേവസ്വം അധികൃതർ സസ്പെൻഡ് ചെയ്തു. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത നടയിരുത്തിയ കൃഷ്ണ, കേശവൻകുട്ടി എന്നീ ആനകളെ പാപ്പാന്മാർ മർദ്ദിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. കുളിപ്പിക്കാനായി കിടക്കാൻ കൂട്ടാക്കാത്ത ആനയെ ശിവേലിപ്പറമ്പിൽ വെച്ച് പാപ്പാന്മാർ വടിക്കോൽ ഉപയോഗിച്ച് മർദ്ദിച്ചത് ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ആനകളെ മർദ്ദിച്ച പാപ്പാന്മാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുവാൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. ദൃശ്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ചീഫ് ലൈഫ് വാർഡിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. സംഭവത്തിൽ വനം വകുപ്പ് 2 കേസുകളെടുത്തതായി മന്ത്രി പറഞ്ഞു. അതിനിടെ സംഭവത്തെക്കുറിച്ച് ദേവസ്വം വകുപ്പും അന്വേഷണം തുടങ്ങി. ആനക്കോട്ടയിലെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ദേവസ്വം ചെയർമാൻ നിർദ്ദേശം നൽകി. മർദ്ദനമേറ്റ ആനകളെ വിദഗ്ധ സംഘം പരിശോധിച്ചു. ലോറിയിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്ന ആനയുടെ കൊമ്പിൽ എതിരെ വന്ന ലോറിയിടിച്ച് ഒരു കൊമ്പ് പൂർണ്ണമായി തെറിച്ചു വീണു. കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്ന കൊമ്പനാനയാണ് അപകടത്തിൽപ്പെട്ടത്. മൂത്തക്കുന്നം പറവൂർ ദേശീയപാത 66-ൽ വളരെ വീതി കുറഞ്ഞ അണ്ടിപ്പിള്ളിക്കാവിലായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ അപകടമുണ്ടായത്. അപകടമുണ്ടാക്കിയ പാചകവാതക സിലിണ്ടർ കയറ്റിവന്ന ലോറി നിർത്താതെ പോയി. ആനയെ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്നും മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കൊമ്പ് ഊരിപ്പോയ ഭാഗത്തെ രക്തസ്രാവം മൂലം ക്ഷീണിതനായ ആനയെ ചാവക്കാട് മണത്തലയിൽ നെടിയടത്ത് ജയന്റെ വീട്ടുപറമ്പിലെത്തിച്ച് അടിയന്തര ചികിത്സ നൽകി വരികയാണ്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ചാലക്കുടിയിൽ നടന്നു. കേരളത്തിലെ കേബിൾ ടിവി പ്രസ്ഥാനത്തെ തകർക്കാനാണ് കോർപ്പറേറ്റുകളോട് കൂറുള്ള ചില കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബൂബക്കർ സിദ്ദിഖ്. കെഎസ്ഇബി പോസ്റ്റുകൾ ഏകീകരിക്കണമെന്നും കൃത്യമായ ഉത്തരവുകൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ പരിഗണന ഉണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുകയാണെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ പറയലുണ്ടായി, ഒന്നിൽ കൂടുതൽ ഫൈബറുകൾ വലിച്ചിട്ടുണ്ട്, അല്ലെ കേബിളുകൾ വലിച്ചിട്ടുണ്ട്, ഓരോ കേബിളിനും നിരക്ക് തരണം. അപ്പോഴാണ് നമ്മൾ വീണ്ടും പോരാട്ടങ്ങൾ ആരംഭിച്ചത്. ആ പോരാട്ടങ്ങൾ ആരംഭിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്തെ സമരം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി, ബോർഡ് ഒരു ഉത്തരവിറക്കി, കൃത്യമായി പറഞ്ഞു നിലവിലുള്ളത് തുടരട്ടെ, ബാക്കിയൊക്കെ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ തയ്യാറല്ല. ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതൊന്നുമല്ല നിയമം. ഈ ഇറക്കിയ ഉത്തരവുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോഴും അവർ പറയുന്നു ഇതൊന്നുമല്ല, നിങ്ങൾ ഓരോ കേബിളിനും പണം തരണം. ചില ആളുകൾ നിങ്ങൾ ടെലികോം കമ്പനികൾ തരുന്ന നിരക്ക് തരണം.
അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. കേരളത്തിലെ കേബിൾ ടി വി വ്യവസായം നമ്മൾ ഇങ്ങനെ പാകപ്പെടുത്തിയെടുത്തപ്പോൾ വെറുതെ പാകപ്പെടുത്തിയെടുത്തതല്ല. കഴിഞ്ഞ 30 കൊല്ലത്തെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ന് കേരളത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്ക് ശൃംഖല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഏകീകരിക്കണം. കുത്തക ഭീമന്മാർക്കെതിരെ കേബിൾ ഓപ്പറേറ്റർമാർ പോരാടണമെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് അധ്യക്ഷനായിരുന്നു. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ. ഗോവിന്ദൻ, പി. സുരേഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി പി. സുരേഷ്, KCCL ഡയറക്ടർ വി. ബിജു, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, സിഒഎ ജില്ലാ സെക്രട്ടറി P. ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, ജില്ലാ ഭാരവാഹികളായ സന്തോഷ് ജോസ്, R. മോഹനകൃഷ്ണൻ, EN ടോണി, ബൈജു ചിരിയങ്കണ്ടത്ത്, KT ജേക്കബ്, ജോർജ് ലിയോ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, RH ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് പതാക ഉയർത്തി. സിഒഎ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് ചാലക്കുടിയിൽ പൊതുസമ്മേളനം നടക്കും. മന്ത്രി കെ. രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. TC വിനോസ്, തൃശൂർ. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ MLA അനിലക്കര. ഹൈറിച്ച് ഗിവ് ആൻഡ് ടേക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതികളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അനിലക്കര. കോടികളുടെ മണി തട്ടിപ്പ് നടത്തിയ പ്രതികൾ ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടാതെ നടക്കുകയാണ്. ജില്ലാ ഭരണകൂടം കൃത്യമായി ഇടപെടുമ്പോഴും കേസിൽ നടപടിയെടുക്കേണ്ട പോലീസ് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെയാണെന്ന് അനിലക്കര ആരോപിച്ചു. ഹൈറിച്ച് കേസിലാണെങ്കിലും ഗിവ് ആൻഡ് ടേക്ക് തട്ടിപ്പ് കേസിലാണെങ്കിലും മറ്റു കേസിലൊക്കെ ജില്ലാ കളക്ടർ കൃത്യമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നടപടികളുമായിട്ട് പോവുകയാണ്. പക്ഷേ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഹൈറിച്ച് കേസും ഗിവ് ആൻഡ് ടേക്ക് കേസും ചേർപ്പ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ, എന്ന് വെച്ചാൽ തൃശ്ശൂർ റൂറലിലാണ് ഈ 2 കേസുകളും പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ പോലീസ് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല. 3000 കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ ക്രമക്കേട് നടത്തിയ ഹൈറിച്ചിന്റെ പ്രതികൾ ചേർപ്പ് പോലീസ് സ്റ്റേഷന് നേരെ മുന്നിൽ താമസിച്ചിട്ട് ആ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ജില്ലാ കളക്ടർ ജപ്തി ചെയ്തതിനു ശേഷവും ഗിവ് ആൻഡ് ടേക്കിന്റെ കേസിൽ ഡെസിഗ്നേറ്റഡ് കോടതിക്ക് ഈ കേസ് പരിഗണിക്കാൻ പോലും കഴിയുന്നില്ല എന്നത് പ്രത്യേകിച്ച് റൂറൽ പോലീസിനെ ചേർപ്പ് പോലീസിന്റെ ഏറ്റവും കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. ബഡ്സ് ആക്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതിയെ പോലും കേരളത്തിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ് കാണിക്കുന്നത്. ഗിവ് ആൻഡ് ടേക്ക് തട്ടിപ്പ് കേസിലെ പ്രതിയും സ്ഥാപന ഉടമയുമായ പ്രശാന്ത് പനച്ചിക്കനെ മലപ്പുറത്ത് നടന്ന ദേശാഭിമാനിയുടെ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ആദരിച്ചു. പ്രശാന്ത് പനച്ചിക്കൽ എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ പ്രശാന്ത് പനച്ചിക്കൽ ഗിവ് ആൻഡ് ടേക്ക് .വേൾഡിനായി മുഖ്യമന്ത്രിയിൽ നിന്നും ഉപഹാരം സ്വീകരിക്കുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് അനിലക്കര മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇന്റലിജൻസ് സംവിധാനം പൂർണ്ണമായി നിരീക്ഷിക്കുന്ന ഈ കേസിൽ ഗിവ് ആൻഡ് ടേക്കിലെ പ്രതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ആദരവേറ്റുവാങ്ങിയാണ്. ദേശാഭിമാനിയുടെ മലബാർ സമ്മേളനം പൂർണ്ണമായി സ്പോൺസർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സംസ്ഥാന പോലീസ് ചുമത്തിയ കേസിലെ പ്രതി ബഹുമാനായ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ഈ കഴിഞ്ഞ മാസം ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഈ പ്രതിക്ക് ആദരവ് കൊടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ബഡ്സ് ആക്ട് കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഹൈറിച്ച് കേസിലെ പ്രതികൾക്കും അതുപോലെ തന്നെ ഗിവ് ആൻഡ് ടേക്ക് കേസിലെ പ്രതികൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. മണി ചെയിൻ തട്ടിപ്പുകാർ CPM-ന് ഫണ്ട് ചെയ്യുന്നുണ്ടെന്നും അനിലക്കര ആരോപിച്ചു. TCV, തൃശൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന് വെള്ളിയാഴ്ച സാംസ്കാരിക നഗരിയിൽ അരങ്ങുണരും. 8 ദിവസങ്ങളിൽ 7 വേദികളിലായി 47 പ്രദർശനങ്ങളാണ് ഉണ്ടാവുക. പോർച്ചുഗൽ, ഇറ്റലി, ഫിൻലാൻഡ്, പലസ്തീൻ, ചിലി, ബംഗ്ലാദേശ്, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ ഇതിവൃത്തമാക്കിയ അവതരണങ്ങൾ നാടകവേദികളെ സജീവമാക്കും. അക്കാദമിക്ക് പുറമെ രാമനിലയം, സ്കൂൾ ഓഫ് ഡ്രാമ, കോർപ്പറേഷൻ, പാലസ് ഗ്രൗണ്ട്, ടൗൺ ഹാൾ എന്നിവിടങ്ങളിലായാണ് വേദികൾ. വൈകിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ബ്രസീലിയൻ തദ്ദേശ രാഷ്ട്രീയ വിഷയങ്ങളെ 4 ഗ്രീക്ക് ഇതിഹാസ കഥാപാത്രങ്ങളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന അപത്രിദാസ് എന്ന പോർച്ചുഗീസ് നാടകം അരങ്ങേറും. ഈ മാസം 16-ന് ഇറ്റ്ഫോക്കിന് സമാപനമാകും. സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും ലൈംഗിക പീഡനത്തിനിരയാക്കിയ പ്രതിക്ക് 31 വർഷം തടവും 1,45,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പഴുന്നാന സ്വദേശി പാറപ്പുറത്ത് വീട്ടിൽ ബഷീറിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി S. ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 2017-ലാണ് കേസിനാസ്പദമായ സംഭവം.
പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകരായ KS ബിനോയ്, അനുഷ, രഞ്ജിക K ചന്ദ്രൻ തുടങ്ങിയവർ കോടതിയിൽ ഹാജരായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് കൊട്ടിക്കൽ വെട്ടത്തിപ്പറമ്പിൽ അൽത്താഫിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. SIമാരായ ഹരോൾഡ് ജോർജ്, സാജൻ ജഗദീഷ്, ASI രാജൻ, CPOമാരായ സജിത്ത്, അബീഷ്, ബിനിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാഴൂരിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ പോയ ഹരിതകർമ്മ സേനാംഗത്തെ വളർത്തുനായയെ തുറന്നുവിട്ട് കടിപ്പിച്ചതായി പരാതി. ചാഴൂർ സ്വദേശിനിയായ കാഴ്ചപരിമിതിയുള്ള പണ്ടാരിക്കൽ പ്രജിതയാണ് പ്രദേശവാസിയായ യുവതിക്കെതിരെ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. ചാഴൂർ കണ്ണമ്പുഴ ഡേവീസ് എന്നയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ദുരനുഭവമുണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു. കൈവിരലിൽ നായക്കടിയേറ്റ പ്രജിതയെ മറ്റ് ഹരിതകർമ്മ സേനാംഗങ്ങളും ജനപ്രതിനിധികളും ഇടപെട്ട് ആശുപത്രിയിലെത്തിച്ച് ചികിത്സയ്ക്ക് വിധേയയാക്കുകയായിരുന്നു. പ്രജിതയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി LDF ജില്ലയിലെ 108 കേന്ദ്രങ്ങളിൽ ബഹുജന സദസ്സുകൾ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയെന്ന ഏക അജണ്ടയാണ് മോദി സർക്കാരിനുള്ളതെന്ന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച സമര സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നടത്തുന്ന സമരത്തിന് പിന്തുണ തേടിയപ്പോൾ നിഷേധാത്മക സമീപനം സ്വീകരിക്കുകയും കേരളത്തിന്റെ ന്യായമായ വികസനാവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയുമാണ് UDF നേതൃത്വം നൽകുന്ന കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാമ റോബ്സൺ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി T ഗോപിദാസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗം പ്രിജു ആന്റണി, വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിന്നി എമ്മട്ടി, കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് നാടോടി യുവതിയെ പരസ്യമായി മുഖത്തടിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലൈറ്റ് ഹൌസിന് സമീപം മുടവൻകാട്ടിൽ അൻഷാദിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുത്തൻപള്ളി ജംഗ്ഷനിൽ പപ്പടം വിൽക്കാനെത്തിയ നാടോടി കുടുംബത്തിൽ ഉൾപ്പെട്ട യുവതിയെയാണ് മുഖത്തടിച്ചത്. സംഭവം കണ്ട നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അൻഷാദിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചാലക്കുടി പുഴയിലെ പരിയാരം CSR കടവിലെ തടയണയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മാള കുഴൂർ കൊടിയൻ വീട്ടിൽ ജോസഫിന്റെ മകൻ 40 വയസ്സുള്ള ജോയ്സൺ ജോസഫാണ് മരിച്ചത്. പരിയാരം ഫുഡ് കോർട്ട് കാറ്ററിംഗ് സെന്ററിലെ ജീവനക്കാരനാണ്. ജോലി കഴിഞ്ഞ് പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു. പുഴയ്ക്ക് കുറുകെ നീന്തിയ യുവാവ് കുഴഞ്ഞു വീണ് വെള്ളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. സ്വയം പര്യാപ്തമായ കേരളം സാധ്യമാകണമെങ്കിൽ മോദിയുടെ 10 വർഷത്തെ വികസന നേട്ടത്തെ കേരള സർക്കാർ മാതൃകയാക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഫെബ്രുവരി 26-ന് തൃശൂരിൽ നയിക്കുന്ന കേരള പദയാത്രയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. BDJS ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകന്റെ നൃത്തം വൈറലായി. കഴിഞ്ഞ ദിവസം നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിലാണ് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ TN അജയ്കുമാർ TN സിജിൽ മാസ്റ്ററുടെ പാട്ടിനൊപ്പം നൃത്തം ചെയ്തത്. പാട്ടും നൃത്തവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ അധ്യാപകരെ പ്രശംസിച്ച് നിരവധി കമന്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു. 11 പാട്ടുകൾ കോർത്തിണക്കിയ ഫ്യൂഷൻ ഡാൻസിൽ വിദ്യാർത്ഥികളോടൊപ്പം അജയ്കുമാർ വിവിധ വേഷങ്ങൾ ചെയ്തിരുന്നു. ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതികൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ PS ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ MT സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി അനൂപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിയാഴ്ച കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ദേശീയ സഹസംഘടനാ സെക്രട്ടറി G ലക്ഷ്മൺ ഉദ്ഘാടനം ചെയ്യും. 10-ന് രാവിലെ നടക്കുന്ന പൊതുസഭ കേന്ദ്ര വിദ്യാഭ്യാസ വിദേശകാര്യ സഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും.
തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മുന്നോടിയായുള്ള തായമ്പകോത്സവം ആരംഭിച്ചു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഈ മാസം 14 വരെ അരങ്ങേറുന്ന തായമ്പകോത്സവം യുവവാദ്യ കലാകാരന്മാർക്കും കലാകാരികൾക്കും വേണ്ടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ദിവസവും വൈകിട്ട് 6:30 മുതൽ രാത്രി 8 വരെയാണ് തായമ്പകോത്സവം അരങ്ങേറുക. ആദ്യ ദിനം ഹാസിനി മാത്തൂർ, ദീക്ഷിത് ലിമേഷ് എന്നിവരുടെ തായമ്പക അരങ്ങേറി. സ്ത്രീ പുരുഷ സമത്വം ആഹ്വാനം ചെയ്യുന്ന കുരുത്താലി ദി പ്രൊഫൈൽ അൺലോക്ക്ഡ് എന്ന നാടകം അവതരണ മികവ് കൊണ്ട് ശ്രദ്ധേയമാകുന്നു. ആറങ്ങോട്ടുകര കലാപാഠശാല അവതരിപ്പിക്കുന്ന നാടകം എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അസീസ് പെരിങ്ങോടാണ്. പുരുഷ സ്ത്രീ സമത്വം പറയുന്നുണ്ടെങ്കിലും പുരുഷാധിപത്യം സമൂഹത്തിൽ ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നാണ് നാടകം ചൂണ്ടിക്കാണിക്കുന്നത്. നർമ്മരംഗങ്ങളും സംഭാഷണങ്ങളും കോർത്തിണക്കിയ നാടകം മനുഷ്യന്റെ കപടമുഖങ്ങളെ പൊളിച്ചുകാട്ടുന്നു. ആക്ഷേപഹാസ്യത്തിലൂടെ സമകാലിക വിഷയങ്ങളെ നോക്കിക്കാണുന്ന നാടകം കാണികളിൽ ചിരിയും ചിന്തയും ഉണർത്തുന്നതാണ്. മതത്തിന്റെ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി ആചാരാനുഷ്ഠാനങ്ങളുടെ മറവിൽ സ്ത്രീകളെ കാലങ്ങളായി തളച്ചിടുന്നതിനെതിരെയും നാടകം ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. നായിക നായകന്മാരില്ലാതെ എല്ലാ കഥാപാത്രങ്ങളും കാണികളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിലാണ് സംവിധായകൻ നാടകത്തെ ഒരുക്കിയിരിക്കുന്നത്. തടവ് എന്ന സിനിമയിലെ അഭിനയത്തിന് IFFKയുടെ സ്വർണ്ണ ചകോരം നേടിയ ബീന ആർ ചന്ദ്രൻ, നാടകപ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര, മനോജ് കുരഞ്ഞിയൂർ, CM നാരായണൻ, നിന്യ കൃഷ്ണ, ഹരിത, അനുഷ, നവീൻ പൈനിത്തടം, അനീഷ്, സുനിൽകുമാർ, രാമകൃഷ്ണൻ ആറങ്ങോട്ടുകര, വിപിൻ എന്നിവരാണ് കഥാപാത്രങ്ങൾക്ക് വേഷമിടുന്നത്. TCV എരുമപ്പെട്ടി. മുൻവൈരാഗ്യത്തെ തുടർന്ന് മധ്യവയസ്കനെ കല്ലുകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂറ്റ്, കൊള്ളിക്കത്തറ അൻസാബ്, ലോകമലേശ്വരം, ഒല്ലാശ്ശേരി ശരത് എന്നിവരെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി മാർക്കറ്റ് റോഡിൽ സ്ലാബിൽ തലയിടിച്ച് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. ചാലക്കുടി വിയാർപുരം കാഞ്ഞിരത്തിങ്കൽ ജോർജിന്റെ മകൻ 48 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അപകടം. ചേറ്റുവയിൽ വീടിന്റെ ടെറസിൽ കഞ്ചാവ് നട്ടുവളർത്തിയ യുവാവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചേറ്റുവ സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ചക്കര എന്ന ധനീഷാണ് അറസ്റ്റിലായത്. വീടിന് മുകളിൽ ചെടിച്ചട്ടിയിൽ നട്ടുവളർത്തിയിരുന്ന 2 കഞ്ചാവ് ചെടിയാണ് വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയത്. തൃശൂർ വിമല കോളേജിന്റെ 57ാമത് വാർഷികം ഡോക്ടർ ഷർമിള മേരി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ ക്രിസ്ലിൻ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ M നാസർ, ഫാദർ ഡേവി കാവുങ്കൽ, പ്രിൻസിപ്പൽ ഡോക്ടർ C ബീന ജോസ്, PTA വൈസ് പ്രസിഡന്റ് N ഹരീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരവികസനത്തിന് 200 കോടി വായ്പയെടുക്കാനുള്ള കോർപ്പറേഷൻ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ. ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകൾക്ക് ക്രൂരമർദ്ദനം. സംഭവവുമായി ബന്ധപ്പെട്ട് പാപ്പാന്മാരെ ദേവസ്വം അധികൃതർ സസ്പെൻഡ് ചെയ്തു. പാപ്പാന്മാരുടെ ലൈസൻസ് റദ്ദാക്കാൻ വനം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. കേരളത്തിലെ കേബിൾ TV പ്രസ്ഥാനത്തെ തകർക്കാനാണ് കോർപ്പറേറ്റുകളോട് കൂറുള്ള ചില KSEB ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്. KSEB പോസ്റ്റുകൾ ഏകീകരിക്കണമെന്ന് കൃത്യമായ ഉത്തരവുകളുണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുകയാണെന്നും COA സംസ്ഥാന പ്രസിഡന്റ്. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ MLA അനിലക്കര. ഹൈറിച്ച് ഗിവ് ആൻഡ് ടേക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അനിലക്കര. ഇറ്റ്ഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വെള്ളിയാഴ്ച അരങ്ങുണരും. പലസ്തീൻ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ 23 നാടകങ്ങൾ അരങ്ങിലെത്തിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.